ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. കുറേ നാളിന് ശേഷം റിലേഷൻഷിപ്പ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. തംബ്നെയിൽ കണ്ട പോലെ നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ, സേഫ് ആക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഇമോഷണൽ സേഫ്റ്റി ആണല്ലേ. നിങ്ങളുടെ മാരേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ബഹുമാനം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെ നിങ്ങളുടെ പാർട്ട്ണർ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് വില നൽകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് ശരിക്കും ചൈൽഡ്ഹുഡ് ഹീൽ ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റും. കാരണം ചെറിയ പ്രായം മുതലേ ശീലിച്ചു വന്ന കുറേ കാര്യങ്ങൾ അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലേറ്റ മുറിവുകൾ കൊണ്ടുള്ള വിശ്വാസക്കുറവിലുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ ശരിയായ അറിവ് കിട്ടാതെ വളർന്നത് കൊണ്ടുണ്ടാവുന്ന കുറച്ച് ഇഷ്യൂസ്. ഓരോരുത്തരും അവനവന് കിട്ടിയതും കൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ, ഒരു മാറ്റവും കൊണ്ടുവരാതെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അവസാനം വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ സേഫ്റ്റി സ്ട്രോങ് ആവുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടാവും. സേഫ്റ്റി കുറവ് ഫീൽ ചെയ്യുന്ന ആ മൊമെൻറ്റ് മുതൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാനായിട്ട് തുടങ്ങും. റിലേഷൻഷിപ്പ് സേഫായിട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനായി ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ പറയാം. 1, നിങ്ങൾ അപ്സെറ്റായി ഇരിക്കുമ്പോഴും, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അപ്സെറ്റായിരിക്കുന്ന സമയത്തും സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. മാന്യമായിട്ട് സംസാരിക്കാനായിട്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാനായി ശ്രമിക്കുക. റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ മറ്റേയാളേക്കാൾ വലുതാണെന്നോ അല്ലെങ്കിൽ ചെറുതാണെന്നോ തോന്നലുണ്ടെങ്കിൽ അവിടെ റെസ്പെക്റ്റ് വരില്ല. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ടോണാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. വാക്കുകൾ ശ്രദ്ധിക്കണം, പക്ഷേ ടോണ്, നമ്മൾ ഏത് രീതിയിലാണോ സംസാരിക്കുന്നത് അതൊന്നിക്കൽ ഹേർട്ടാക്കും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഹീലാക്കും. ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ പറയാണ്, ഞാൻ നിന്നോട് ഇന്ന പോലെയല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇതിനാണോ നീ ഇത്ര വലിയ സംഗതിയാക്കി മാറ്റുന്നത്? പക്ഷെ മറ്റേ ആൾക്ക് ഒരുപാട് ഹേർട്ടായിട്ടുണ്ടാവും, വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ടാവും. അവിടെ യൂസ് ചെയ്ത ടോണ് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ഏത് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വാക്ക് പറയുന്ന സമയത്ത്, ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ തീയായിരുന്നോ സമാധാനമായിരുന്നോ? നമ്മുടെ ഉള്ളിലുള്ള തീയോ അല്ലെങ്കിൽ ആ ഒരു വേദനയോ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ഹേർട്ടാവും എന്നുള്ളത് ഉറപ്പാണ്. റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെങ്കിൽ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. 2, ഏതൊരു വിഷയത്തിലും റെസ്പോണ്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കുക. നിങ്ങളുടെ ഭാര്യ ആണെങ്കിലും ഭർത്താവാണെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ഫുള്ളായി കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം മറുപടി കൊടുക്കാനായി ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടി സ്പീഡ് കൂട്ടുന്നതിനെ പ്രശ്നത്തിൻ്റെ സ്പീഡും കൂടിയാണ് കൂടുന്നത്. 3, ഒരുപാട് കേട്ട കാര്യം, അതായത് പാർട്ട്ണറെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണർ നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയുക. ഉറപ്പായിട്ട് ഒരുപാട് തെറ്റുകൾ ഡെയിലി വരുന്നുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഡെയിലി ഉണ്ടാവുന്നുണ്ടാവും. പക്ഷേ നല്ലത് ചെയ്താൽ നല്ലത് നോക്കി പറയണം. അത് ചെറിയൊരു ഹെൽപ്പാണെങ്കിലും അത് അവരുടെ ഡ്യൂട്ടി ആണ് എന്ന് കണ്ട് വിട്ട് കളയുന്നതിന് പകരം, ഇത് ഇന്നാളുടെ ഡ്യൂട്ടിയാണ് എന്ന് കണ്ട് വിട്ട് കളയുന്നതിന് പകരം അത് അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ഒരാൾ ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ മറ്റേയാൾ ചെയ്യാനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായും 2 പേരും ചെയ്യുന്നുമുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചെയ്യുന്ന കാര്യം നോക്കി നല്ല വാക്ക് പറയാം. നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന നല്ലതുണ്ടല്ലോ, അത് നിങ്ങൾക്ക് പുറത്തേക്ക് പറയാം. ഒരു ചുമരിൽ നമ്മൾ എല്ലാ ദിവസവും റെഡ് കളർ സ്പ്രേ ചെയ്യുന്നു, മറ്റേ ചുമരിൽ ഗ്രീൻ കളർ സ്പ്രേ ചെയ്യുന്നു. കുറച്ച് സ്പ്രേ ആണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ ആ ചുമര് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റെഡും ഒന്ന് ഗ്രീനും ആയിട്ട് മാറില്ലേ? അതുപോലെ തന്നെയാണ് ഈ ഒരു അപ്രീസിയേഷൻ. നമ്മൾ നല്ലതിലേക്ക് നോക്കി നല്ലത് മാത്രം എടുത്ത് പറയുമ്പോൾ അതുപോലെ ഇരിക്കും നമ്മുടെ റിലേഷൻഷിപ്പ്. ഇനി മോശം മാത്രം എടുത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും നമ്മുടെ റിലേഷൻഷിപ്പ്. 4, സംസാരിക്കുന്നതിന് മുൻപ് സ്വയം റെഗുലേറ്റ് ചെയ്യുക. എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആദ്യം നമ്മളെ ഒന്ന് സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് കാം ഡൗൺ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ചെറിയ കാര്യം പോലും ട്രിഗർ ആവുന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ പാർട്ട്ണറോട് പോയി ചോദിക്കുന്നതിന് പകരം ആദ്യം അവനവനെ റിലാക്സ് ചെയ്യിക്കുക. കുറച്ച് ബ്രീത്ത് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒന്ന് മുഖമൊക്കെ കഴുകി കുറച്ച് നേരം സ്വയം ആലോചിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് കടക്കാം. 5, ആത്മാർത്ഥത ഉണ്ടായിരിക്കുക. റിലേഷൻഷിപ്പിൽ മത്സരബുദ്ധി കാണിക്കുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഒരിക്കലും നല്ല രീതിയിൽ പോവില്ല. ഇതൊരു മത്സരമല്ല, അല്ല, ലൈഫ് ഒരു മത്സരമേ അല്ല. പാർട്ട്നേഴ്സ് തമ്മിൽ മത്സരിക്കാനും പാടില്ല. സന്തോഷത്തോടെയുള്ള അല്ലെങ്കിൽ ഫൺ പാർട്ടിലുള്ള മത്സരങ്ങളാവാം. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ്, നാളെ രാവിലെ ആദ്യം എഴുന്നേക്കും എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മത്സരങ്ങളൊക്കെ അത് ഹെൽത്തിയാണ്. അൺഹെൽത്തി ആയിട്ടുള്ള മത്സരങ്ങൾ വെക്കാതിരിക്കുക.
എൻ്റെ പാർട്ട്ണർ, അത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അത് എൻ്റെതാണ് എന്നുള്ള തോന്നലാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. എൻ്റെതായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തോട് ഞാൻ മത്സരിക്കുമോ? എൻ്റെതായിട്ടുള്ള, എൻ്റെ സന്തോഷമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള ഒന്നിനോട് ഞാൻ മത്സരിക്കുമോ? ഈ ഒരു തോട്ടാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഇതിൽ വെറുതെ ഒരു മോട്ടിവേഷനല്ല, ഇമോഷണൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ടൂൾസാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അത് മെല്ലെ പ്രാക്ടീസ് ചെയ്താൽ ലൈഫ് സക്സസ്ഫുൾ ആവും. പിന്നെ തീർച്ചയായും ഒരാൾ മാത്രം ശ്രമിച്ചാൽ ശരിയാവുന്ന ഒരു സംഗതിയല്ല റിലേഷൻഷിപ്പ്. ഒരാൾ മാത്രമാണ് കാര്യങ്ങളൊക്കെയും സെറ്റാക്കുന്നുണ്ടെങ്കിൽ ഒരു പകുതി മാത്രമാണ് ശരിയാവുന്നത്, മറ്റേ പകുതി അങ്ങനെ തന്നെ കിടക്കും. നമുക്ക് നോക്കാം, കുറച്ചധികം വീഡിയോസ് തന്നെ ഈ ഒരു വിഷയത്തിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഇനി റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട് ഒഴിവാക്കേണ്ട 5 കാര്യങ്ങൾ നോക്കാം. 1, പേഴ്സണൽ അറ്റാക്ക് ഒഴിവാക്കുക. ഒരു കാര്യം സംസാരിച്ച് വരുമ്പോൾ ഇത് നിൻ്റെ തെറ്റാണ്, നിൻ്റെ വീട്ടുകാരുടെ തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരുടെ തെറ്റാണ് എന്ന രീതിയിൽ പ്രതികരിക്കുന്നത് ഒഴിവാക്കുക. ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. അതിനെക്കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാളുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് വന്നാൽ ആ ഒരു മിസ്റ്റേക്ക് എടുത്തിട്ടാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്, അല്ലെങ്കിൽ ആ മിസ്റ്റേക്കാണ് നമ്മൾ തിരുത്തേണ്ടത്. അല്ലാതെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു വ്യക്തിയെ തന്നെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്. 2, ഷൗട്ടിങ്ങും അതുപോലെ സർക്കാസും ഒഴിവാക്കുക. ഒച്ചയിട്ട് പറയുക. എന്തെങ്കിലും ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് ബഹളം ഉണ്ടാക്കുക. അതുപോലെ തന്നെ എല്ലാം കളിയാക്കിക്കൊണ്ട് 2 അർത്ഥമൊക്കെ വെച്ചുകൊണ്ട് സംസാരിക്കുക. ഇത് പൂർണ്ണമായും ഒഴിവാക്കുക. ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള ബിഹേവിയർ ശരിക്കും വിഷമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നതും ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതും. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അങ്ങ് ഷട്ട് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവിടെ പിന്നെ വേർഡ്സ് ഉണ്ടാവില്ല, അവരുടെ ചിന്തകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. 3, ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. ഒരാൾ പറയുമ്പോൾ അവർ പറയുന്നത് പൂർത്തിയാക്കാനായിട്ട് വിടണം. മറ്റേയാൾ ഇടയിൽ കയറി സംസാരിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്നെ കേൾക്കാൻ ആളില്ല എന്നുള്ള തോന്നൽ ആ പറയുന്ന ആൾക്ക് വരും. ഒരു റിലേഷൻഷിപ്പിൽ എന്നെ കേൾക്കാൻ ആളുണ്ട്, എന്നെ കാണാൻ ആളുണ്ട്, എന്നെ നോക്കാൻ ആളുണ്ട് എന്നുള്ള തോന്നൽ തന്നെയാണ് ആദ്യം കിട്ടേണ്ടത്. അപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുമ്പോൾ അവിടെ ഇമോഷണൽ സേഫ്റ്റിയാണ് നഷ്ടപ്പെടുന്നത്. 4, നിങ്ങളുടെ പാർട്ട്ണറെ മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യാതിരിക്കുക. നിനക്ക് അവളെ പോലെ സ്മാർട്ട് ആയിക്കൂടെ, ഇവനെ പോലെ ഡ്രസ്സ് ചെയ്തൂടെ, ഈ രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഓൾറെഡി നല്ല രീതിയിൽ പോകുന്നതാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഓൾറെഡി ഇൻസെക്യൂരിറ്റി ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ മറ്റാരെക്കുറിച്ചെങ്കിലും പറഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ പാർട്ട്ണറിൽ ഏതെങ്കിലും വിഷയത്തിൽ മാറ്റം വേണമെങ്കിൽ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നേരിട്ട് സംസാരിക്കുക. മറ്റുള്ള ഒരാളെയും ഉൾപ്പെടുത്താതിരിക്കുക. 5, സൈലൻറ്റ് പണിഷ്മെൻറ്റ് ഒഴിവാക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്നത് ഒഴിവാക്കുക. ഒരു പ്രശ്നം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അതിന് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതവിടെ തീർന്നു. സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുക. പാർട്ട്ണറെ അവഗണിക്കുക, അവരുള്ളിടത്തു നിന്ന് മാറിപ്പോവുക, ചോദിച്ചതിന് മുക്കിയും മൂളിയും റിപ്ലൈ കൊടുക്കുക, ഈ രീതിയിലൊക്കെ റിപ്ലൈ കൊടുത്ത് കാര്യങ്ങൾ ചുരുക്കുക. ഇതൊക്കെയും സേഫ്റ്റി കുറവ് കൂട്ടുന്ന കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും പരസ്പരം ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതിനേക്കാളും മോശമാണ് ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇത് മെല്ലെ സ്ലോ ആയിട്ട് റിലേഷൻഷിപ്പിനെ കൊല്ലുന്നൊരു സംഗതി കൂടിയാണ്. എന്ന് വിചാരിച്ചിട്ട് തല്ലുകൂടാം എന്നല്ല കേട്ടോ. ഇതിൽ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏത് റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒന്നുമില്ലാത്ത ക്ലിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടുപിടിക്കാനേ കഴിയില്ല. എല്ലാറ്റിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അത് ലൈഫിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നം ചെറുതാണോ വലുതാണോ, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്നൊക്കെ വരും വീഡിയോസിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങളുടെ കുട്ടിക്കാലം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ സെൽഫ് ഹീലിങ്ങിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെയും ബെറ്റർ ആക്കി മാറ്റാനായിട്ട് കഴിയും. നമ്മുടെ ഗ്രൂപ്പ് 2 ദിവസത്തിനകം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.